ഹലോ, ഈ ഒരു മിൽക്ക് ടീ കേക്ക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ പിടിച്ചു നമുക്ക് നോക്കാം. വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ, പിഞ്ച് ഓഫ് സോൾട്ട്, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇവ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ മൈദ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ ലോ ടു ഹൈയിൽ വേണം നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ഒരു 1 മിനിറ്റ്സ് മതിയായിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഓയിൽ ആഡ് ചെയ്തൊരു 1 to 2 മിനിറ്റ്സ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള ഷുഗറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്തും കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ നോർമൽ പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ആഡ് ചെയ്തൊരു 2-3 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലും ബട്ടറും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓവനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾ വാനില എസൻസ് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു മിൽക്കിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ മിൽക്കും ബട്ടറും ചേർത്തിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് നിങ്ങൾക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. അതല്ല നിങ്ങളുടെ കയ്യിൽ വാനില പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ നമ്മുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാരണവശാലും നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നിങ്ങൾ ഓവർ മിക്സ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഇതെല്ലാം പോവും. അതുകൊണ്ടാട്ടോ. അതിനുശേഷം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ കുറേശ്ശെ ആഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഓക്കെ, ശേഷം നമ്മുടെ ഓവൻ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ബട്ടർ പേപ്പർ വെച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് നമ്മുടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 30 മിനിറ്റ്സ് ഒരു കാരണവശാലും നിങ്ങൾ ഓവൻ ഓപ്പൺ ചെയ്യരുത്. ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മുടെ കേക്ക് ബേക്കായോ എന്നൊന്ന് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു 10 മിനിറ്റ്സ് വെക്കുക. അങ്ങനെ ഒരു 30 to 45 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ബേക്കായി കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹോട്ട് മിൽക്ക് ടീ കേക്ക്. ഇത് നമ്മുടെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ അടിപൊളിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ ഒത്തിരി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാനായിട്ട് ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. നമുക്കിടെ കയ്യിൽ എന്ത് നട്ട്സ് ആണോ ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഞാനിവിടെ ആൽമണ്ട്സും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.